ആദ്യമായിട്ട് നമുക്ക് ന്യൂട്രിലൈഫ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നോക്കാം. അത് ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ വാനില ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് ഒരു ലൈഫിൽ നമുക്കെല്ലാം എനർജി തരണമെങ്കിൽ ഒരു ഓയിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ന്യൂട്രീഷൻ നമ്മുടെ ഓയിലായിട്ട് കണക്കാക്കാം. അങ്ങനെ എല്ലാ ഓയിലും എല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷൻ ചേർന്നിരിക്കുന്ന ഒരു ഫുഡാണ് ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സമയത്തും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഓരോരോ കോശങ്ങളെയും റീജനറേറ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റി നോക്കാം. സിവിയർ ഹെയർ ലോസ്. ഒരുപാട് ആളുകൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. ഒരു പൊള്ളലും നീറ്റിലും ഒക്കെ സാധാരണ ആളുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്, കാലിലും കണങ്കാലിലും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ന്യൂട്രീഷ്യസ് ഫുഡായിട്ടുള്ള ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ ചിലർക്കൊക്കെ നമ്മുടെ മുറിവുണ്ടായി കഴിയുമ്പോൾ അത് പതിയെ ഉണങ്ങുക. അപ്പോഴും അത് ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. അതുപോലെ മുട്ടുവേദന, കാലുവേദന, നടുവേദന, കൈവേദന, അങ്ങനെ എല്ലുകൾക്ക് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇറഗുലറായിട്ടുള്ള ഹാർട്ട് ബീറ്റ്, നമ്മുടെ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയമിടിപ്പ്, ചങ്കിടിപ്പ് കൂടുക എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. കണ്ണ് കാഴ്ചയില്ലാത്ത ആളുകൾക്കൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് തോന്നി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിക്കാവുന്നതാണ്. ഡിപ്രഷൻ ഉള്ളവർക്ക് കഴിക്കാം. അതുപോലെ ക്യാൻസറൊക്കെ ഉള്ള രോഗികളുടെ ശരീരത്തിലേക്ക് ന്യൂട്രീഷൻ ഇപ്പോൾ എത്തണമെന്നില്ല, അങ്ങനെയുള്ളവർക്ക് കഴിക്കാം. അതുപോലെ ഡയബറ്റിക്സ് പേഷ്യൻസിന് എസ്പെഷ്യലി ഉപയോഗിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ന്യൂട്രിലൈഫ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള എന്ത് അസുഖങ്ങളെങ്കിലും ഉള്ളവർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാം, വലിയവർക്ക് ഉപയോഗിക്കാം, മുത്തശ്ശിമാർക്കും ഉപയോഗിക്കാം, ആണുങ്ങൾക്ക് ഉപയോഗിക്കാം, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം എന്ന് വേണ്ട എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്ന ഒരു സൂപ്പർഫിഷ്യസ് ഫുഡാണ്. ഇത് കംപ്ലീറ്റ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്പൈറുലിനയുടെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ്പേസ് ഏജൻസികൾക്ക്, അതായത് ബഹിരാകാശ ഗവേഷകർക്ക് നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുമ്പോഴത്തേക്കിനും അവിടെ ഫുഡുകൾക്ക് പകരമായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം സ്പേസ് ഏജൻസി പറയുന്നത് 1 ഗ്രാം സ്പൈറുലിനയിൽ 1 കിലോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ള എന്നാണ് അതിൻ്റെ നിഗമനത്തിൽ വയ്ക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതായത് അത്രയും ന്യൂട്രീഷൻ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതുപോലെ നമുക്ക് ആർക്കൊക്കെയാണ് സ്പിരുലിന കഴിക്കാൻ സാധിക്കുന്നതെന്ന്, അതായത് വേഗൻസ്, അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലേ, അങ്ങനെയുള്ള എല്ലാവർക്കും കഴിക്കാം. കാരണം അവർക്ക് ലോ പ്രോട്ടീൻ ഡയറ്റാണ് അവർ കഴിക്കുക. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾ 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പൗഡർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൗഡറായിട്ട് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതായത് പ്രായം കുറഞ്ഞു തോന്നുന്നതിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്കൊക്കെ എനർജി വരികയും നമ്മുടെ പ്രായം കുറഞ്ഞത് മാതിരി തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ ഓവറോൾ ഒരു സപ്ലിമെൻറ്റ് തന്നെയാണ് നമ്മുടെ സ്പിരുലിന എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബെനഫിറ്റാണ് കേട്ടോ. നമ്മുടെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് ഏറ്റവും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടുകളുണ്ടെങ്കിൽ അത് വലിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ LDL കൊളസ്ട്രോളും ഉണ്ട്, HDL കൊളസ്ട്രോളും ഉണ്ട്. അപ്പം ലോവർ കൊളസ്ട്രോൾ, അതായത് LDL എന്ന് പറയുന്നത് വേണ്ടാത്ത കൊളസ്ട്രോളാണ്. അപ്പം ആ ലെവൽ അത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിക്കിടക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, BP കുറയ്ക്കുന്നതിന്, അതുപോലെ റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്ക് നമ്മുടെ ന്യൂട്രീഷൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അതിനും, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ മാനേജ്മെൻറ്റിനും സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള ആളുകൾക്കൊക്കെ മുട്ടുവേദനയും സന്ധിവാതവും ആമവാദവും പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ന്യൂട്രീഷൻ്റെ അളവൊക്കെ കുറയുന്നത് കൊണ്ടൊക്കെയാണ് ഒരു സ്ട്രെങ്ത് കിട്ടാതെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സ്പൈറുലിന കൊണ്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ ജിമ്മിനൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് വരാതെ, ഒരു അനീമിയ പോലെയുള്ള രോഗങ്ങളൊന്നും വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ കണ്ണിന് കാഴ്ച ഉള്ളവരൊക്കെ ആണെങ്കിൽ, കാഴ്ചക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ കണ്ണിന് കാഴ്ചശക്തി കൂട്ടുന്നതിനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ സ്പിരുലിന ഗോൾഡ് എന്ന് പറയുന്നത്.
അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പിരുലിന ഗോൾഡിൽ പ്രോട്ടീൻ 4 ഗ്രാം ഉണ്ട്, വൈറ്റമിൻ B1, തയാമിൻ, B2, റൈബോഫ്ലവിൻ, വൈറ്റമിൻ B3, നിയാസിൻ, അതുപോലെ കോപ്പർ, അയൺ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അമിനോ ആസിഡ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് വളർച്ചയുടെ സാന്നിധ്യത്തിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടുന്നതാണ് നമുക്ക് ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനും ഏറ്റവും അധികം യൂസ് ചെയ്യുന്നതാണിത്. അതുപോലെ തന്നെ സ്പേസ് ഏജൻസികളിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉപയോഗിക്കുന്നതാണിത്. അതുപോലെ നമുക്ക് ഏറ്റവും നല്ലൊരു സൂപ്പർഫിഷ്യസ് ഫുഡ് തന്നെയാണ് സ്പിരുലിന ഗോൾഡ്. നമ്മുടെ ബെനിഫിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു, ഷുഗർ മാനേജ്മെൻറ്റ് നല്ലതാണ്, മസിൽ സ്ട്രെങ്ത് കൂട്ടുന്നു, അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് കുറയുന്നത് തടയുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിയൊക്കെ കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ട്, ആമവാദം, സന്ധിവാദം പോലെയുള്ള നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തടയുന്നു. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ്, അതായത് LDL കൊളസ്ട്രോൾ, വേണ്ടാത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും അതുപോലെ അത് കുറയുന്നത് മൂലം നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് ഒരു പ്രിവെൻഷൻ എന്നോണം നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ സ്പിരുലിന ഗോൾഡ്. സ്പിരുലിന ഗോൾഡും കഴിക്കേണ്ടത് പറഞ്ഞ പോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാം. അതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഉപയോഗിക്കാം. ഓവറോൾ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചിൽഡ്രനും കുട്ടികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നതിനും സഹായിക്കുന്നുണ്ട്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ. അപ്പോൾ എലമെൻറ്റ്സ് വെൽനസിൻ്റെ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ സ്റ്റാമിന കൂട്ടുന്നതിനും അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നതിനും അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് കൂട്ടുന്നതിനും സഹായിക്കുന്നുണ്ട്. ഈ ഫിറ്റ്നസ് ഒക്കെ ഉള്ള ആളുകൾ, ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് അവർ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ ഡെയിലി എടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപകാരപ്രദമാകുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ. അത് തന്നെയല്ല, എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഹോൾസം ന്യൂട്രീഷനാണ്, എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷനും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് വേ പ്രോട്ടീൻ, സോയ് പ്രോട്ടീനും അതുപോലെ പീ പ്രോട്ടീനുമാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പാല് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സ്ഡ് വിത്ത് ജ്യൂസ് ആൻഡ് ഫുഡും ഇതിനകത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ബ്രഹ്മിയും ആംലയൊക്കെയാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അഭാവം ഉണ്ടായെന്നാൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് മസിൽസിനൊക്കെ ജോയിൻറ്റ് പെയിനും അതുപോലെ തന്നെ മസിൽസിനൊക്കെ പെയിൻ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കൈകാലുകളൊക്കെ വലിച്ചു മുറുകുന്ന പോലൊരു വേദനകളുണ്ടാകുക, ക്രാംസ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ട്രബിളായിട്ട് ഒരുമാതിരി വരഞ്ഞു മുറുകിയിരിക്കുന്ന പോലെയൊക്കെ തോന്നുക. അതുപോലെ തന്നെ കൈനഖങ്ങളൊക്കെ പൊട്ടുക, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ അറ്റങ്ങളൊക്കെ പൊട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നവർക്കൊക്കെ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക, അല്ലെങ്കിൽ ജലദോഷം വരിക, എന്തെങ്കിലുമൊക്കെ അസുഖം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരിക. അതുപോലെ തന്നെയാണ് സ്ലോ റിക്കവറി ഫ്രം ഇഞ്ചുറീസ്. നമുക്ക് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിരുന്നാൽ അതിൽ നിന്ന് റിക്കവറി ആകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലതാമസം എടുക്കുക. അതുപോലെ ഉറക്കമില്ലായ്മ, അതായത് നല്ല രീതിയിൽ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കവും നല്ല രീതിയിൽ വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കമില്ലായ്മ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അവർക്കും ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ നമ്മുടെ വിഷൻ, നമ്മുടെ കാഴ്ചശക്തി കുറയുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലയിൻസുകൾ ആരെങ്കിലും പറയുവാണെങ്കിൽ നമുക്കിത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് റിട്ടൻഷൻ, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതും അതുപോലെ ഫുഡ് ക്രേവിങ്സ് വരുന്നതും, വാരി വലിച്ച് ഭക്ഷണം കഴിക്കുക, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒരു ടെൻഡൻസി കാണിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്കിത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ പൗഡർ കിഡ്നിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം ഡോക്ടറാണ് അവർക്ക് പ്രോട്ടീൻ്റെ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ യൂറിക് ആസിഡ് പേഷ്യൻസിനും നമ്മൾ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ പ്രഗ്നൻസി ആൻഡ് ലാക്ടേറ്റിംഗ് വുമൺ, അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസി സമയത്തും കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സമയം അങ്ങനെയുള്ള മദറൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുക്കുന്നതായിരിക്കും ഉത്തമം. അടുത്തതായിട്ടുള്ളൊരു നമ്മുടെ പ്രോഡക്റ്റാണ് നമ്മുടെ 9E5. അപ്പോൾ റാക്ക് വാല്യൂ അതിനകത്ത് 9 ലാക്കാണുള്ളത്, ഓക്സിജൻ റാഡിക്കൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണിത്.
ഇത് ജ്യൂസാണ്. അപ്പോൾ ഇത് സാച്ചറ്റായിട്ടാണ് വരുന്നത്. ബെറിപ്പഴങ്ങളാണ് ഇതിനകത്ത് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ബെറിപ്പഴങ്ങൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്, നമ്മളൊക്കെ ഒരു വളരെ സുസ്തായിട്ട് നമ്മളിങ്ങനെ ക്ഷീണത്തോടു കൂടി വരുന്ന സമയത്ത് നമ്മളൊരു ഓറഞ്ചിൻ്റെ ജ്യൂസോ ഒരു ആപ്പിളിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ ഒരു അനാർ അല്ലെങ്കിൽ പൊമഗ്രനേറ്റിൻ്റെ ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പം നമുക്കൊരു ഫ്രഷ്നെസ് തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഫ്രഷ്നെസ് നമ്മുടെ ശരീരത്തിൽ തോന്നുന്നത് നമ്മുടെ കോശങ്ങൾ നമുക്കിങ്ങനെ ഒരു ക്ഷീണത്തോടെ ഇരിക്കുന്ന കോശത്തിനകത്തേക്ക് നമ്മളിങ്ങനെ ഇന്ധനം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കോശങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് ഒരു ഊർജം അതിനകത്ത് കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു കാര്യം അവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ പുനർജീവിപ്പിക്കുകയാണ് ഈ ഒരു ഹെൽത്ത് ഡ്രിങ്കിലൂടെ സാധ്യമാകുന്നത്. ഒരു 10 ആപ്പിൾ ചേരുന്നതാണ് നമ്മുടെ ഒരു സാച്ചറ്റ്, നമ്മുടെ 95ൻ്റെ ഒരു സാച്ചറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫോർ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത് നല്ലൊരു തക്കാളി പഴമാണ് കേട്ടോ. അത് തക്കാളി ഇങ്ങനെ പഴുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് കേട് വന്ന തക്കാളിയാണ്, പിന്നെ അത് മുഴുവൻ ചീഞ്ഞു പോയിരിക്കുന്ന ഒരു തക്കാളിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മളുടെ സാധാരണ കോശങ്ങൾ ഏത് രീതിയിലായിരിക്കും ഇരിക്കുക എന്നുള്ളത്. ഒരുപാട് ക്ഷീണമുള്ള ആളുടെ കോശങ്ങളാണെങ്കിൽ നമ്മൾ മൂന്നാമത്തതായിരിക്കും കേട്ടോ. അതല്ല മീഡിയം ലെവലിലാണെങ്കിൽ നടുക്കത്തതായിരിക്കും. അല്ല ഫുള്ള് എനർജറ്റിക് ആയിട്ട് നല്ല രീതിയിലുള്ള ഹെൽത്തൊക്കെ നോക്കി വെൽനെസ് ആയിട്ടുള്ള ആളുകൾ, അതായത് കറക്റ്റായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, അതുപോലെ എക്സസൈസ് ചെയ്യുക, വെള്ളം കുടിക്കുക, എപ്പോഴും നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യം കാണിച്ചിരിക്കുന്ന ആ ടൊമാറ്റോ പോലെ ആയിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ കോടാനുകോടിക്കണക്കിന് കോശങ്ങളുണ്ട്. അതിലൊരു കോശം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അതിനെ ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ ബ്രഷിങ് അവർ ടീത്ത് എവരി ഡേ എന്നാണ് നമ്മുടെ 95നെ വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മൾ എന്നും പല്ല് തേക്കുമ്പോൾ നമ്മുടെ കീടാണുക്കളെയെല്ലാം നമ്മൾ കളയുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോശങ്ങളിലെ കീടാണുക്കളെയെല്ലാം നശിപ്പിച്ച് കോശങ്ങൾക്ക് എനർജി കൊടുക്കുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. അതിലൂടെ ബിപിയും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങൾ, ക്യാൻസർ വരാതിരിക്കുന്നതിന് അങ്ങനെയൊക്കെ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിച്ച് നമ്മുടെ കോശങ്ങളെയൊക്കെ ശുദ്ധീകരിച്ച് നമുക്ക് നല്ലൊരു വെൽനെസ്, നമുക്ക് നല്ലൊരു ആരോഗ്യ സൗഖ്യം തരുന്ന ഒരു നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കാണ് 95 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക്. ഇത് നമ്മുടെ അമേരിക്കയിലെ ബേൺസ്വിക് ലാബിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് താഴെയുള്ള നോർമൽ സെല്ല്, അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ്, അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്ന കോശങ്ങളൊക്കെ നമുക്കിതിനകത്ത് ഫോട്ടോയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ശരീരത്തിൽ ഏത് കോശങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അസുഖബാധിതരായിട്ട് നമുക്കിരിക്കണോ അസുഖം ബാധിക്കാത്തവരായിട്ട് നമുക്കിരിക്കണോ എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതുമാണ്. നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുന്ന അവയവങ്ങളെ ഒന്ന് നോക്കൂ. ലങ്സ് ആവാം, ബ്രെയിൻ ആവാം, കിഡ്നി, ഹാർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഐസ്, കണ്ണുകൾ, അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികൾ, അതുപോലെ തന്നെ എല്ലുകൾക്ക് പോഷകാംശമൊന്നും കിട്ടാതെ അവിടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുന്നു. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും എത്തി അങ്ങനൊരു സിസ്റ്റത്തിനകത്ത് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നതിലൊക്കെ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഓക്സിഡേറ്റീവ് സ്ട്രെസ് അനുഭവപ്പെടുന്നത് മൂലം എന്തൊക്കെ രോഗങ്ങളാണ് ഓരോ അവയവത്തിനും വരുന്നത് എന്നും കൂടെ ഇവിടെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമുക്ക് ലങ്സിനൊക്കെ ആണെങ്കിൽ ആസ്മ, PCOD പോലെയുള്ള COPD പോലെയുള്ള പ്രശ്നങ്ങൾ, അലർജി, അതുപോലെ ബ്രോങ്കൈറ്റിസ്, ക്യാൻസർ പോലെയുള്ളത് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിനാണെങ്കിൽ നമ്മുടെ കാത്രാക്റ്റിൻ്റെ അസുഖങ്ങൾ വരുന്നുണ്ട്. അതുപോലെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പ്രിയക്ലാംഷ്യ പോലെയുള്ള BP റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും, അതുപോലെ ഒരുപാട് ഗ്രോത്തിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ഓർഗൻ ഫെയിലിയർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ക്യാൻസർ, അതുപോലെ ഏജിങ്, എത്രയും പെട്ടെന്ന് പ്രായം കൂടിയ അവസ്ഥയിലേക്കൊക്കെ തോന്നിക്കുക, അതുപോലെ ഡയബറ്റിക്സ്, അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നുണ്ട്. ഹെൽത്തി ഒരു നല്ലൊരു സ്കിന്ന് നന്നായിട്ടുണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ആർത്രൈറ്റിസ്
ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള BP കൂടുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിനും, ഹാർട്ട് അറ്റാക്ക് വരുന്നതിനും, ആർത്രോസ്ക്ലീറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിനൊക്കെ കാരണമാകുന്നു. അതുപോലെ തന്നെ കിഡ്നിക്കാണെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നതിന് കാരണമാവാനുണ്ട്. അതുപോലെ തന്നെ നെഫ്രൈറ്റിസ്, നമ്മുടെ കിഡ്നിയിലൊക്കെ നെഫ്രോൺസ് ഉണ്ട്, അതിനൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ നമ്മുടെ തലച്ചോറിനാണെങ്കിൽ ഡിപ്രഷനും മൈഗ്രെയിനും അതുപോലെയുള്ള ബയോപോളർ ഡിസീസൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകാറുണ്ട്. അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങൾക്കാണ് സംഭവിക്കുന്നത്. അത് നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കുകയും ഒരുപാട് അസുഖങ്ങൾ വരുന്നതിനും കാരണമാകുന്നു. അപ്പം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക്. നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് നമ്മുടെ കിഡ്നി ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ, അത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും കുട്ടികളുണ്ടാകുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല്ലുകൾക്ക് ആരോഗ്യം ഉണ്ടാക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഏജിങ്, അതായത് നമുക്ക് വയസ്സ് കുറയ്ക്കുന്നതിന്, അതായത് പെട്ടെന്നൊന്നും കണ്ടെന്നാൽ അധികം പ്രായം തോന്നിക്കത്തില്ല, അപ്പോൾ ആൻറ്റി ഏജിങ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെർവ് ഫങ്ഷൻ കറക്റ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എപ്പോൾ വന്നാലും ചിലർക്കൊക്കെ എപ്പോഴും അസുഖങ്ങളായിരിക്കും, അത് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ്, നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും ദഹനക്കേടും പുളിച്ചത് കേട്ടലും അതുപോലെ തന്നെ നമ്മുടെ കുടൽപരമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക്. അതുപോലെ തന്നെ ഒബേസിറ്റി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ വണ്ണം വെച്ച് വരുന്ന അവസ്ഥയാണ്, അപ്പോൾ അത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ കണ്ണിന് കാഴ്ച നൽകുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കരളിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലങ്സ്, നമ്മുടെ ശ്വാസകോശത്തിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പം ഈ 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് നമ്മൾ ബെറിപ്പഴങ്ങളാൽ സമ്പുഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. 10-13ഓളം ബെറിപ്പഴങ്ങളും കറ്റാർവാഴയും നോനിയൊക്കെയാണ് ഇതിനകത്ത് കണ്ടൻറ്റ്. അക്കൈബറി, സ്ട്രോബെറി, റസ്ബെറി, ക്രാൻബെറി, അങ്ങനെ ഒരുപാട് കണ്ടൻറ്റുകളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫെറ്റീഗിനും അതുപോലെ സ്റ്റണ്ട് ബോൺ വെയിറ്റ് ഗെയിനും കൂടുന്നതും, അതുപോലെ തന്നെ അലർജിക്കും എതിരെയായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ മലം കട്ടി കൂടി പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സഹായകരമാകുന്നു. അതുപോലെ തന്നെ ബാഡ് ബ്രെത്ത്, നമ്മൾ ശ്വസിക്കുമ്പോൾ സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്മെല്ലുകളൊന്നും വരാതിരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ജോയിൻറ്റ് പെയിനിനൊക്കെ വേദന കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോസേജ് കഴിക്കേണ്ടതെന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു സാച്ചറ്റ് ഡെയിലി കഴിച്ചാൽ മതിയാകും. എന്തെങ്കിലും രോഗബാധിതരൊക്കെ ആണെങ്കിൽ രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു സിപ്പപ്പായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ടാണ് കഴിക്കേണ്ടത്. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കൂടുതലായിട്ടും സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കാതെ കുപ്പി ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമമാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി ആയിട്ടുള്ളവർ, ലാക്ടേറ്റിംഗ് വുമൺ, അങ്ങനെയുള്ള ആളുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അതുപോലെ കുട്ടികൾക്കും അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് അല്ല ഇത്. നമുക്ക് നോർമലായിട്ട് അവരുടെ ശരീരത്തിലേക്ക് വേണ്ട ന്യൂട്രീഷനൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ്, സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാകുകയാണ്, ഇനി റാഷസോ നമ്മുടെ ഇച്ചിങ്ങോ അതുപോലെ തന്നെ ഡയറിയ പോലെ ഉണ്ടാകുക, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇനി കൂടുതലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുവാണെങ്കിൽ 24 മണിക്കൂറത്തേക്ക് നമ്മൾ ഒബ്സർവേഷൻ വയ്ക്കുക. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഒരു 3 to 4 ഡേയ്സ് അല്ലെങ്കിൽ 4 to 5 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കിനും അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ശരീരവുമായിട്ട് നമ്മൾ കഴിച്ചതിൻ്റെ എഫക്റ്റ് ഒന്നും ആയി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല.